ഈവൻ കിടക്കണ കിടപ്പ് കണ്ടോ മക്കളെ? ഈ റെസിപ്പി ഞാൻ അങ്ങനെ അധികം യൂട്യൂബിലൊന്നും കണ്ടില്ല കേട്ടോ. ഞാൻ സെർച്ച് ചെയ്ത് നോക്കി, ഒരു സ്ഥലത്തും കണ്ടില്ല. നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കൂ. ഒരു വെറൈറ്റി റെസിപ്പിയാണ് കേട്ടോ. ഈ ഒരു ഒറ്റനൂൽ പരിവായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനത് നിർത്തുകയാണ്. നല്ല ഐസ്ക്രീം കട്ട പോലെ ഇരിക്കും കേട്ടോ. അപ്പോൾ വായയിൽ പഞ്ഞിമിഠായി പോലെ ഒട്ടും. കറക്റ്റ് വേർഡ് പഞ്ഞിമിഠായി എന്നാണ്. ഹലോ ഗൈസ്, വെൽക്കം ടു സസിയ ക്രിയേഷൻസ്. ഇതാണ് കേട്ടോ നമ്മുടെ പൊട്ടുവെള്ളരി. സാധാരണ നമ്മളിങ്ങനെ വാങ്ങുമ്പോൾ ഇത്രയ്ക്കും വലിപ്പമൊന്നും ഉണ്ടാവില്ല. ഇത് നല്ല വലിപ്പമുള്ള പൊട്ടുവെള്ളരിയാണ്. ഇതിപ്പോൾ നല്ല മൂത്തിട്ടുണ്ടെന്ന് മാത്രം, പക്ഷെ ഇത് പൊട്ടിയിട്ടില്ല. ഇത് തനിയെ പൊട്ടിയിട്ട് വേണം നമ്മൾ ഉപയോഗിക്കാനായിട്ട്, എന്നാലാണ് അതിൻ്റെ ടേസ്റ്റ് വരുള്ളൂ. അപ്പം ഇനി ഇതിനെ എങ്ങനെ പൊട്ടിക്കാം എന്നുള്ളതാണ് കേട്ടോ ഞാൻ കാണിക്കാനായിട്ട് പോണത്. പൊട്ടുവെള്ളരി വാങ്ങുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നല്ല തെറിച്ച മൂപ്പുള്ളത്, അതായത് ഏറ്റവും നല്ല മൂത്തത് നമ്മൾ നോക്കി വാങ്ങിക്കണം കേട്ടോ. അതിന് ശേഷം അതിന് വീട്ടിൽ കൊണ്ടുവന്ന് നമ്മൾ ഒരു പേപ്പറിൽ പൊതിയുക. ഇതിപ്പോൾ ഭയങ്കര വലിയ സൈസ് ആയതുകൊണ്ടാണ് ഞാൻ 2 എണ്ണത്തിൽ പൊതിഞ്ഞ് വെച്ചിരിക്കുന്നത്. നമ്മളിൽ 2 പൊട്ടുവെള്ളരിയാണുള്ളത്. ഞാനൊരു നൈറ്റിലാണ് ഇത് പൊതിഞ്ഞ് വെച്ചത്. പിറ്റേ ദിവസം ഒരു 5 മണിയായപ്പോൾ എനിക്ക് സമയം കിട്ടിയത്. അപ്പോൾ ഞാനതിനെ തുറന്ന് നോക്കിയപ്പോൾ ആൾക്ക് യാതൊരു രൂപമാറ്റവും വന്നിട്ടില്ല, പൊട്ടിയിട്ടില്ല. നമുക്കതിനെ ഇടിച്ച് കുത്തി പൊട്ടിക്കാനും പറ്റില്ല. അപ്പോൾ അങ്ങനെ തന്നെ ഞാൻ അതിനെ എടുത്തു വെച്ചു. മറ്റേതിനെ തൊട്ട് നോക്കിയപ്പോൾ എന്തൊക്കെയോ ഒരു സംതിങ് വ്യത്യാസം തോന്നിയിട്ടാണ് പിടിക്കുമ്പോൾ തന്നെ. അപ്പോൾ അത് എൻ്റെ പ്രതീക്ഷ തെറ്റിയില്ല, നന്നായിട്ട് പൊട്ടിയിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ തന്നെ പൊട്ടിയ പൊട്ടുവെള്ളരി ഉപയോഗിച്ച് വേണം നമ്മൾ ജ്യൂസ് ഉണ്ടാക്കാൻ, എന്നാലാണ് നമുക്ക് അതിൻ്റെ യഥാർത്ഥ ഒരു ടേസ്റ്റ് കിട്ടുള്ളൂ കേട്ടോ. പൊട്ടുവെള്ളരിയുടെ ഉൾഭാഗമാണ് കേട്ടോ ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇനി നമുക്ക് ഇതിനെ ക്ലീൻ ചെയ്യാം. ആദ്യമായിട്ട് ഇതിൻ്റെ കുരു നമ്മൾ സ്പൂൺ കൊണ്ട് നമ്മൾ വടിച്ച് എടുത്ത് കളയുക. അതിന് ശേഷം അതിനെ മറിച്ച് പിടിച്ചിട്ട് അതിൻ്റെ സ്കിൻ നമ്മളിങ്ങനെ പൊളിച്ചാൽ പണ്ടൊക്കെ പോരാറുണ്ട്, ഇപ്പോഴത്തെ പൊട്ടുവെള്ളരിയുടെ പോരുന്നില്ല. അപ്പോൾ നമ്മളൊരു കത്തി കൊണ്ട് നമ്മളതിനെ ചിരണ്ടി എടുക്കാം കേട്ടോ. അതിന് ശേഷം നമ്മളതിനെ ചെറിയ ചെറിയ പീസസ് ആക്കുക. ഈ പ്രവൃത്തി ചെയ്യുന്നതിൻ്റെ ഇടയിൽ ഇത് എൻ്റെ വായയിലേക്ക് പോകുന്നുണ്ട്. എന്താ പറയുക, പൂമ്പട്ടെന്നൊക്കെ പറയില്ലേ, അത്രയ്ക്കും സോഫ്റ്റാണ്. ഇതിങ്ങനെ പീസസ് ആക്കിയപ്പോൾ എനിക്ക് 2 പാത്രം കിട്ടിയിട്ടോ. അപ്പോൾ ഇതങ്ങനെ തന്നെ ഞാൻ ഫ്രിഡ്ജിൽ കൊണ്ടുവന്ന് വെക്കുകയാണ്, ഫ്രീസറിൽ വെക്കരുത് കേട്ടോ. അത് ഇവിടെ മുതലാണ് കേട്ടോ നമ്മുടെ റെസിപ്പി ഡിഫറെൻ്റ് ആകുന്നത്. നമ്മൾ പഞ്ചസാര പാനി ഉണ്ടാക്കാൻ പോവുകയാണ്. അപ്പോൾ 1 കപ്പ് പഞ്ചസാര, ഏത് കപ്പിലാണോ നമ്മൾ പഞ്ചസാര എടുത്ത് അതേ കപ്പിൽ തന്നെ നമ്മൾ വെള്ളം എടുക്കണം. എന്നിട്ട് പഞ്ചസാര പെട്ടെന്ന് തന്നെ വെള്ളത്തിൽ ലയിച്ച് കഴിയുമ്പോൾ നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്യരുത്, അതിൻ്റെ ടേസ്റ്റ് വരില്ല. ഒരു 10-12 മിനിറ്റ് നമ്മളത് അവിടെ നിന്നേ തന്നെ പറ്റുള്ളൂ. ഇതൊന്ന് കുറുകി ഒരു പാനി സ്റ്റൈലിലേക്ക് വരണം കേട്ടോ. ക്ഷമയോടുകൂടി നമ്മൾ കാത്തു നിൽക്കണം. ഈ പാനി നമുക്ക് തലേദിവസമൊക്കെ നമുക്ക് ഉണ്ടാക്കി വയ്ക്കാം ഫ്രിഡ്ജിൽ, ഒരു കുഴപ്പമില്ല. ഇനി ഞാനിത് ചൂട് പോവാൻ വേണ്ടി വെക്കുകയാണ് കേട്ടോ. ഒരു പാത്രത്തിൽ വെള്ളം വെച്ചിട്ടുണ്ട്, അപ്പോൾ പെട്ടെന്ന് തന്നെ ചൂട് പോവുമല്ലോ. പഞ്ചസാര പാനിയുടെ ചൂട് പോയി കഴിയുമ്പോൾ അതും നമ്മൾ ഫ്രിഡ്ജിൽ കൊണ്ട് വെക്കണം കേട്ടോ. ഇനി ഇത് മിക്സ് ചെയ്യാൻ പോവാണ്. ആദ്യമായിട്ട് നമ്മൾ മിക്സ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, ഞങ്ങളുടെ വീട്ടിൽ 5 പേരാണ്. അപ്പോൾ ഞാൻ 5 ഗ്ലാസ് വെച്ചിട്ടുണ്ട്. ആ 5 ഗ്ലാസ്സിലോട്ട് നമ്മളിതേ കുറച്ച് നമ്മുടെ തണുത്ത പൊട്ടുവെള്ളരി പീസസ് ഇട്ട് കൊടുത്തു. അതിലോട്ട് ഒരു 2 സ്പൂൺ വീതം നമ്മുടെ പഞ്ചസാര പാനി, തണുത്ത പാനി ഒഴിച്ചു കൊടുത്തുട്ടോ. അപ്പോൾ ഗ്ലാസ് ഓൾറെഡി ഭയങ്കര ചെറുതാണ്, അതുകൊണ്ടൊന്ന് പതുക്കനെ നമ്മൾ സ്പൂണ് കൊണ്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തേക്കാം. ഇനി നമ്മൾ അടുത്തത് ഇതിനകത്ത് ആഡ് ചെയ്യുന്നത് കുറച്ച് തണുത്ത വെള്ളം. നമ്മൾ അധികമൊന്നും ഒഴിക്കരുത്, അപ്പോൾ അതിൻ്റെ ടേസ്റ്റ് പോട്ടാം. പേരിന് മാത്രം കുറച്ച് തണുത്ത വെള്ളം ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ആക്ച്വലി ഇത്രയ്ക്കും മതി, പക്ഷേ ഇവിടെ ഉള്ളവർ ഇത്തിരി ഷുഗർ പ്രേമികളാണ്, അതുകൊണ്ട് ഞാൻ ഓരോ സ്പൂണും കൂടിയിട്ട് പഞ്ചസാര പാനി ഒഴിച്ചു കൊടുത്തു. എല്ലാറ്റിലും ഓരോ ഐസ് ക്യൂബ് ഇട്ടുണ്ട്. എന്നിട്ട് ഒന്നുകൂടി മിക്സ് ചെയ്യുക. സംഭവം റെഡി ആയിട്ടോ. ഇതാണ് നമ്മുടെ പൊട്ടുവെള്ളരി ജ്യൂസ്. ഞാൻ കുറേ നാളുകളായിട്ട് നമ്മുടെ വീട്ടിൽ നമ്മൾ ഇങ്ങനെയാണ് ഉണ്ടാക്കാറുള്ളത്. എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ്. കുറേ പേര് പാലും പഞ്ചസാരയ്ക്ക് കൂടി മിക്സിയിലിട്ട് ഒരുമിച്ച് അടിക്കാറുണ്ട്. എനിക്ക് അത്ര ടേസ്റ്റ് തോന്നുന്നില്ല. ഇതാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം. ഞാനൊരിക്കൽ തമിഴ്നാട് പോയപ്പോൾ, ഇപ്പോഴൊന്നുമല്ല കേട്ടോ, കുറേ വർഷങ്ങൾക്ക് മുമ്പ് പോയപ്പോൾ ഒരു നട്ടുച്ച നേരത്താണ് ഞങ്ങൾ ആ വീട്ടിൽ ചെന്നത്. അപ്പോൾ അവിടുത്തെ ആ ആൻറ്റിയാണ് ഇങ്ങനെ പ്രിപ്പയർ ചെയ്ത് തന്നത്. അപ്പോഴാണ് ഇങ്ങനൊരു സാധനം ഉണ്ടെന്നും ഇതാണ് പൊട്ടുവെള്ളരി എന്നൊക്കെ മനസ്സിലായത്. അന്ന് മുതൽ ഞങ്ങളുടെ വീട്ടിൽ ഞങ്ങൾ ഇങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യാറുള്ളത്. പിന്നെ ഒരു കാര്യം പറയാട്ടോ, ഈ റെസിപ്പി നമുക്ക് ഇടിപിടി എന്ന് പറഞ്ഞ് ചെയ്യാൻ പറ്റില്ല. കാരണം വെച്ചാൽ പഞ്ചസാര പാനി തണുക്കണമല്ലോ. അപ്പോൾ നമ്മൾ തലേദിവസം തന്നെ പാനി ഉണ്ടാക്കി ഫ്രിഡ്ജിൽ വെക്കുക. പെട്ടെന്ന് തന്നെ കഴിക്കണമെന്നുള്ളവർക്ക് നമുക്ക് പാലും പഞ്ചസാരയൊക്കെ ചേർത്ത് അടിക്കാനേ പറ്റുള്ളൂ. നിങ്ങൾ എന്തായാലും ഈ വീഡിയോ കണ്ട് താല്പര്യപ്പെട്ടവർ ഒരിക്കലെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. എന്നിട്ട് ടേസ്റ്റ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ.